ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് കണക്കുണ്ടെങ്കിൽ കിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണോ എന്തോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിലായിരുന്നു ഇപ്പോൾ ഈ രേണുവിൻ്റെ സഹോദരി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചോദിച്ച സമയത്തുണ്ടെങ്കിൽ രേണുവിൻ്റെ സഹോദരി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുഴപ്പവും ഞങ്ങൾ കിച്ചും തമ്മിലില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തോ പ്രശ്നം പോലെ വന്നതാണ്. കുറച്ച് നാൾ മുമ്പ് വരെ നല്ല രീതിയിൽ സംസാരിക്കുകയും പൈസയൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തതാണ്. ആ സമയത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്നാണ് ഇതേണത്തുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. പിന്നെ അന്നത്തെ കാലത്ത് ഇതേണക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തുള്ള ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു അല്ലെങ്കിൽ തിരിച്ചു വേണോ ഞങ്ങളൊന്നും ഒന്നിനും കണക്ക് പറയുകയോ അല്ലെങ്കിൽ വെക്കുകയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ തന്നെ ആയിരുന്നു. അതോടെ തന്നെ കിച്ചുമായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. കിച്ചുവിനെ ഞങ്ങൾ കുടുംബത്തിൽ ഒരാളെ പോലെ തന്നെയാണ് കാണുന്നത്. അവന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അവനുണ്ട് ആ പ്രായത്തിന് അറിയാതെ പറഞ്ഞെന്നുള്ള രീതിയിലാണ് എന്തായാലും രേണുവിൻ്റെ സഹോദരി പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം കൊണ്ട് ഒരുപാട് പേര് ഇത് ഞങ്ങൾക്ക് പിന്നെയും പറയുന്നുണ്ട് ഇതല്ലേ അവർ അഭിനയിക്കുന്നതാണ് അല്ലെങ്കിൽ ചുമ്മാതാണ് ആ പയ്യൻ്റെ വേദന കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നുള്ള രീതിയിലൊക്കെയാണ് ഒരുപാട് പേര് പിന്നെയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്.